ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. അതീവ ഗുരുതരമായ രീതിക്ക് കോവിഡ് രോഗം നമ്മുടെ രാജ്യത്ത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇതിൻ്റെ ഗൗരവം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരുന്നാൽ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന കോവിഡിൻ്റെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയെ നമുക്ക് മറികടക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം മാർച്ചിലാണ് നമ്മുടെ രാജ്യത്ത് കോവിഡിൻ്റെ ഒന്നാം തരംഗം തുടങ്ങിയത്. അത് ഗ്രാജ്വലി തുടങ്ങി കൂടി സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും അതിൻ്റെ പരമാവധി നമ്പർ, അതായത് ഒരു ദിവസം ഏകദേശം 96,000 പേർ രോഗികളാകുന്ന ഒരവസ്ഥ വരെ നമ്മൾ ചെന്നെത്തി. ഒരു ദിവസം 1000-നടുത്ത് മരണവും ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം ഗ്രാജ്വലി കേസുകൾ കുറഞ്ഞു തുടങ്ങി. കേരളത്തിലും അതിനോട് സമാനമായ രീതിക്ക് ഏകദേശം 10,000 വരെ പെർ ഡേ കേസുകൾ കൂടി തുടങ്ങിയിട്ട് ഗ്രാജ്വലി അത് കുറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് കോവിഡിൻ്റെ രണ്ടാം തരംഗം ഇന്ത്യയിൽ ആഞ്ഞടിക്കുകയാണ്. ഈ രണ്ടാം തരംഗത്തിൽ 3 ആഴ്ച കൊണ്ട് തന്നെ കോവിഡ് രോഗികളുടെ എണ്ണം ഇന്ത്യയിൽ 2.25 ലക്ഷത്തിന് മുകളിലേക്ക് ഓരോ ദിവസവും വർദ്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്തി. നിങ്ങൾ ഒരുപക്ഷെ വാർത്തകളിൽ കാണുന്നുണ്ടാവും, നോർത്ത് ഇന്ത്യയിലെല്ലാം തന്നെ മരിച്ച ആൾക്കാരുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാനുള്ള ശേഷി പോലും പല സംസ്ഥാനങ്ങളിലും അവരുടെ ശവപ്പറമ്പുകളിൽ ഇല്ല എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥ നിലവിലുണ്ട്. ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു, വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങൾ നൽകാൻ നിവർത്തിയില്ലാത്ത ഒരവസ്ഥയുണ്ട്. പലപ്പോഴും നോർത്ത് ഇന്ത്യയിൽ കാര്യങ്ങൾ ഇത്രയും ഗൗരവകരമാകുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ വരില്ലല്ലോ, ഇവിടുത്തെ ആരോഗ്യരംഗം സജ്ജമാണല്ലോ എന്ന് മലയാളികൾ ആശ്വസിക്കാറുണ്ട്. എന്നാൽ സത്യാവസ്ഥ മനസ്സിലാക്കിയിരിക്കുക, കേരളത്തിലും കോവിഡ് രോഗം ഗുരുതരമായിട്ടുള്ള രീതിക്ക് കൂടി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ TPR ഏകദേശം 2-3 വരെയായിട്ട്, അതായത് 100 കേസുകളിൽ 2-3 ആണ് പോസിറ്റീവ് ആയിരുന്നെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഇത് കേരളത്തിൻ്റെ ആവറേജ് TPR റിപ്പോർട്ട് ഏകദേശം 15 വരെയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ കോഴിക്കോട് TPR റിപ്പോർട്ട് ഏകദേശം 21 ആയിട്ടുണ്ട്. അതായത് 100 കേസുകളെ പരിശോധിക്കുമ്പോൾ അതിൽ 21 കേസുകൾ പോസിറ്റീവ് ആണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് കേരളത്തിലും കാര്യങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഓരോ ദിവസവും പോസിറ്റീവ് ആകുന്നത് ഇപ്പോൾ 10,000-ന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം ഓരോ ദിവസവും 20,000 കേസുകൾ ആകുന്നത് വരെ ഒരുപക്ഷെ നമ്മുടെ ആശുപത്രികൾക്കോ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിനോ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതിന് മുകളിലേക്ക് പോകാൻ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ നമുക്കധികം സമയം വേണ്ടി വരികയില്ല. ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ ഏകദേശം 5%, അതായത് 100 രോഗികളിൽ 5 രോഗികൾ വെച്ചിട്ട് പലപ്പോഴും ഗുരുതരമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് കോവിഡ് പോകുന്നവരാണ്. അതായത് ഒരുപക്ഷെ അവർക്ക് വെന്റിലേറ്റർ സൗകര്യം വേണം, അവർക്ക് രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്ന ടെൻഡൻസി ഉള്ളവരായിരിക്കാം, ഇല്ലെങ്കിൽ കോവിഡിന്റെ കോംപ്ലിക്കേഷൻ ഉള്ളവരായിരിക്കാം. ICU സൗകര്യം ആവശ്യമുള്ള ആശുപത്രികൾ ഡെഫിനറ്റ്ലി ഇവർക്ക് വേണം. കേരളത്തിൽ ഓരോ ദിവസവും ഗുരുതരമാകുന്ന കേസുകളുടെ എണ്ണം കൂടി വന്നാലുള്ള പ്രശ്നം എന്തെന്നറിയാമോ? ഇപ്പോൾ തന്നെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ ICU ഫുള്ളാണ്, കോവിഡ് രോഗികളാൽ നിറഞ്ഞിട്ടുണ്ട്. മറ്റു വാർഡുകളിലും അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പ്രൈവറ്റ് ആശുപത്രികൾ ക്രമേണ നിറഞ്ഞു തുടങ്ങുന്നു. ഓരോ ദിവസവും ഇത്തരത്തിൽ അനിയന്ത്രിതമായ കേസ് വന്നാലോ രോഗികൾക്ക് ലഭിക്കുന്ന വൈദ്യ സഹായത്തിൻ്റെ ക്വാളിറ്റി ക്രമേണ കുറയുന്നു, മരണനിരക്ക് കൂടുന്നു. അതുമാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ആൾക്കാർ കൂടുതലും പ്രകൃതിയോട് കുറച്ചുകൂടി അടുപ്പമുള്ളവരാണ്. അവിടെ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നത് വെയിൽ കൊള്ളുന്നവരാണ്, പല വിധത്തിലുള്ള അധ്വാനങ്ങൾ ചെയ്യുന്നവരാണ്. അവരുടെ ഇടയിലാണ് ഒരുപക്ഷെ വേണ്ടത്ര ചികിത്സാ സൗകര്യം ലഭിക്കാഞ്ഞിട്ട് ആയിരിക്കാം അവിടെ മരണനിരക്ക് ഇത്രയും കൂടിയിട്ടുണ്ട്. ഏകദേശം 5% വരെ അവിടെ ആൾക്കാരിൽ മരണനിരക്ക് കാണുന്നുണ്ട് എന്നാണ് കണക്ക്. നിങ്ങൾ ഒരുപക്ഷെ വാർത്തകൾ കാണുന്നുണ്ടായിരിക്കാം. എന്നാൽ കേരളത്തിലെ അവസ്ഥ നേരെ തിരിച്ചിട്ടാണ്. ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരുടെ രോഗപ്രതിരോധ ശേഷി താരതമ്യേന കുറവാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ, അതായത് പ്രമേഹ രോഗം, അതേപോലെ ഹൃദ്രോഗം, അതേപോലെ ലിവറിന് കംപ്ലയിൻസ്, വൃക്ക രോഗം, പലവിധ മറ്റു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ഉള്ളവർ, വയസ്സായവർ, ഇതെല്ലാം തന്നെ കേരളത്തിലെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് കേരളത്തിൽ കോവിഡ് രോഗം ഒരുപക്ഷെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിക്ക് വ്യാപിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മരണനിരക്ക് വളരെയധികം ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡ് രോഗത്തിൻ്റെ ഈ പുതിയ വകഭേദത്തിൻ്റെ പുതിയ ലക്ഷണങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ടും ഷെയർ ചെയ്യുക. കാരണം നമ്മളറിയാതെ നമ്മുടെ സമൂഹത്തിൽ കോവിഡിൻ്റെ ലക്ഷണങ്ങളായി പലരും കറങ്ങി നടക്കാനും രോഗം പടരാനുമുള്ള സാധ്യത ഏറെയാണ്. നമുക്ക് കഴിഞ്ഞ വർഷം, അതായത് 2020 കോവിഡ് തുടങ്ങിയ സമയത്ത്, ഒന്നാം തരംഗ സമയത്ത് ഉണ്ടായിരുന്ന കോവിഡ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. പനി ഉണ്ടാവും,
തൊണ്ടവേദന ഉണ്ടാവാം, ബോഡി പെയിൻ, കുളിര് അല്ലെങ്കിൽ ജലദോഷത്തിന്റെ ലക്ഷണങ്ങൾ കാണാം, വരണ്ട ചുമ, തൊണ്ടവേദനയോട് കൂടിയ ചുമ കണ്ടുവന്ന് വരാം, ചുമയോടൊപ്പം ശ്വാസമുട്ടൽ കണ്ടുവന്ന് വരാം. ഈ ലക്ഷണങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം കോവിഡിന്റെ 1ാം തരംഗത്തിൽ കാണുന്നത്. എന്നാൽ ഇപ്പോൾ 2ാം തരംഗത്തിൽ ജനറ്റിക്കലി മോഡിഫിക്കേഷൻ വന്ന, അതായത് ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് വൈറസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ കൂടുതൽ മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ 2ാം തരംഗത്തിൽ 4 തരത്തിലുള്ള ലക്ഷണങ്ങളാണ് കോവിഡ് രോഗത്തിന് കണ്ടുവരുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സാധാരണ തൊണ്ടവേദന, പനി അല്ലെങ്കിൽ ചുമയോടുകൂടി അല്ലെങ്കിൽ മൂക്കൊലിപ്പോട് കൂടി കാണുന്ന കോവിഡ് രോഗം ക്രമേണ ഗുരുതരമാകുന്നത് ഇത്തരക്കാരിൽ ഒരു ലക്ഷണവും കാണിക്കത്തില്ല. അതായത് പ്രത്യേകിച്ച് ഒരു ലക്ഷണവും ഇല്ലാതെ ഒരാൾ കോവിഡ് രോഗിയാകുന്നു. ഒരുപക്ഷെ 4-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർക്ക് പെട്ടെന്ന് ശ്വാസമുട്ടൽ വരുന്നു. അതായത് ആദ്യം നമ്മുടെ ശ്വാസനാളത്തിനെ ബാധിച്ചു തുടങ്ങുന്ന കോവിഡ് വൈറസ് ഇപ്പോൾ അതിന് പകരം നേരിട്ട് ശ്വാസകോശത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. നേരിട്ട് തന്നെ അവർക്ക് മറ്റ് ലക്ഷണങ്ങൾ കാണാതെ ശ്വാസകോശത്തിന് കോംപ്ലിക്കേഷൻ, വൈറൽ ന്യൂമോണിയ പോലുള്ള കോംപ്ലിക്കേഷൻ കണ്ടുവരുന്നു. ഇവർക്ക് ഒരുപക്ഷെ പനി കാണണമെന്നില്ല, പെട്ടെന്ന് ഇവർക്ക് പതിവില്ലാതെ ഒരു ശ്വാസമുട്ടൽ, നെഞ്ചിന് വിമ്മിഷ്ടം, രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നു, കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നു. ഇത് ഒരു കാറ്റഗറി. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കൂടുതലും ദഹനേന്ദ്രിയ വ്യൂഹത്തെ ബാധിക്കുന്ന രീതിക്കുള്ള ലക്ഷണങ്ങൾ. അതായത് നെഞ്ചരിച്ചിൽ, ഓർക്കാനം, പുളിച്ചുതേട്ടൽ, അമിതമായിട്ടുള്ള പുളിച്ചുതേട്ടൽ പോലെ ഭയങ്കര അസ്വസ്ഥത, വൊമിറ്റിംഗ് സെൻസേഷൻ, ഛർദില്, അതിൻ്റെ ഒപ്പം ഒരുപക്ഷെ ബോഡി പെയിൻ കാണാം, വയറിളക്കം പോലുള്ള ലക്ഷണങ്ങൾ. ഇത്തരത്തിൽ വയറിനെ ബാധിക്കുന്ന ഒരു ഉദര രോഗം പോലെ കാണിക്കുന്നു. കോവിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കാണുന്നു. ഇനി മൂന്നാമത്തെ തരത്തിലുള്ള ലക്ഷണങ്ങൾ മൂത്രത്തരിപ്പ് പോലെ, അടിവയർ വേദന, നടുവേദന, ഒരു മൂത്രനാളിയിൽ ഇൻഫെക്ഷൻ വരുന്ന പോലെ, ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകണം എന്നുള്ള തോന്നല്, മൂത്രം പോകുമ്പോൾ വേദന പോലുള്ള ലക്ഷണങ്ങൾ, അതോടൊപ്പം ഒരുപക്ഷെ ഓർക്കാനമോ ഇല്ലെങ്കിൽ ബോഡി പെയിനോ കണ്ടുവന്ന് വരാം. ഇവർക്കും ഒരുപക്ഷെ മറ്റു ലക്ഷണങ്ങൾ, റെസ്പിറേറ്ററി ലക്ഷണങ്ങൾ കാണിക്കാതെ തന്നെ കോവിഡ് പോസിറ്റീവായി എന്ന് വരാറുണ്ട്. ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കേൾവി കുറവാണ്. ഒരിക്കലും ഒരുപക്ഷെ കേൾവി കുറവായിട്ട് ഒരാൾ ഡോക്ടറെ വന്ന് കാണുമ്പോൾ ഇത് കോവിഡിന്റെ ലക്ഷണമാണ് എന്ന് സംശയിക്കത്തില്ല. എന്നാൽ റെസ്പിറേറ്ററി ട്രാക്കിൽ നിങ്ങൾക്ക് തൊണ്ടയോട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് തന്നെ ചെവിക്ക് വരുന്ന ഇൻഫെക്ഷനും അതേപോലെ തന്നെ അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കേൾവിക്കുറവും നമുക്ക് കോവിഡിന്റെ ലക്ഷണങ്ങളായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ചെങ്കണ്ണ്, പലരിലും വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാകുന്ന ചെങ്കണ്ണ്, കണ്ണിന് കടുത്ത ചുവപ്പ് നിറവും കണ്ണിന് നീരൊലിപ്പും അതോടൊപ്പം തലവേദന, കണ്ണുവേദന, ആ ഒരു ലക്ഷണങ്ങളുമായിട്ട് പലരും ഡോക്ടറെ കാണാൻ വരുമ്പോൾ ആദ്യം പലപ്പോഴും ഇതൊരു സാധാരണ ചെങ്കണ്ണാണ് എന്ന് വിചാരിക്കുമെങ്കിലും ഇത്തരക്കാരിലും കോവിഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് കണ്ടുവരുന്നുണ്ട്. ഇത്തരത്തിൽ 4 കാറ്റഗറിയിലുള്ള ലക്ഷണങ്ങളാണ് ഇപ്പോൾ കോവിഡിന് കണ്ടുവരുന്നത്. 1ാം തരംഗത്തിനെ അപേക്ഷിച്ച് ഇപ്പോൾ പടരുന്ന 2ാം തരംഗത്തിൽ ജനിതക മാറ്റം വന്ന വൈറസാണ് ഈ പടർന്നു പിടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. വൈറസിന് വന്ന ഈ ജനിതക മാറ്റം കൊണ്ട് ഇനിയും അപകടങ്ങളുണ്ട്. N440K എന്ന് വിളിക്കുന്ന ഒരു ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് വൈറസ് നമ്മുടെ നാട്ടിലും ഇന്ന് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ കോവിഡ് വൈറസിനെ വിളിക്കുന്നത് തന്നെ ഇമ്മ്യൂൺ എസ്കേപ്പ് സ്ട്രെയിൻ എന്നാണ്. അതായത് നമ്മുടെ ശരീരത്തിന് കോവിഡിന്റെ രോഗപ്രതിരോധ ശേഷി കിട്ടിയവർക്ക് പോലും ഈ വൈറസ് രണ്ടാമത് അറ്റാക്ക് ചെയ്യുന്നു. അതായത് ഒരു തവണ കോവിഡ് രോഗം വന്നു മാറിയവരെയും നമ്മൾ ഈ കോവിഡിനെതിരെയുള്ള വാക്സിൻ എടുത്തവരെയും ഈ വൈറസ് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ടോ എന്ന് സംശയിക്കുന്നവർ മനസ്സിലാക്കുക, കേരളത്തിൽ ഇത് 6% രോഗികളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ N440K വൈറസ് സ്ട്രാൻസ് തെലങ്കാനയിൽ 51% പേർക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ 32% പേർക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ വൈറസ്, ഈ ജനിതക മാറ്റം വന്ന വൈറസുകൾ അതിവേഗം സ്പ്രെഡ് ചെയ്യും എന്ന് ഉറപ്പാണ്. കോവിഡിന്റെ 1ാം തരംഗത്തിൽ വീട്ടിനകത്തിരുന്ന് മടുത്തവർ ഇനി എന്തും വരട്ടെ എന്ന് കരുതിയിട്ട് ഇന്ന് റോഡിലിറങ്ങി സ്വതന്ത്രമായി സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വയസ്സായവർ പോലും ഇന്ന് സമൂഹത്തിലേക്ക് പോകുന്ന സമയത്ത് യാതൊരു മുൻകരുതലുകളും സ്വീകരിക്കുന്നില്ല. ഇത് തന്നെയാണ് കോവിഡിന്റെ 2ാം തരംഗത്തെ കൂടുതൽ ഭീതിജനകമാക്കുന്നത്. ഇപ്പോൾ ഈ കോവിഡ് രോഗം വരണമെങ്കിൽ വന്നു പോട്ടെ, അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം തീരട്ടെ എന്ന് വിചാരിക്കുന്നവർ മനസ്സിലാക്കുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനിതക മാറ്റം വന്ന വൈറസ് രോഗം ഒരു തവണ ബാധിച്ചവരെയും വീണ്ടും ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല കോവിഡ് രോഗം വന്ന് മാറുന്നവരിൽ ഏകദേശം 34% പലതരത്തിലുള്ള അനുബന്ധ രോഗങ്ങൾ വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഒന്ന്, ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ കാര്യമായിട്ട് ഇല്ലാത്തവർക്ക്, അതായത് പ്രമേഹ രോഗമോ രക്തസമ്മർദ്ദമോ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്ക് കോവിഡ് രോഗം ബാധിക്കുന്നതിനോട് അനുബന്ധിച്ച്
അവരുടെ ശരീരത്തിൽ ഈ പ്രശ്നങ്ങൾ പ്രമേഹ രോഗം ഉണ്ടാകുന്നതായിട്ടും രക്തസമ്മർദ്ദം അല്പം ഉയരുന്നതായിട്ടുമെല്ലാം കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഇവർക്കുണ്ടാകുന്ന കടുത്ത മാനസിക പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഈ കാറ്റഗറിയിൽ കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല വിട്ടുമാറാത്ത സന്ധിവേദനകൾ, ഉദരപ്രശ്നങ്ങൾ, വയറിന് വരുന്ന കംപ്ലയിൻസ്, കൂടാതെ രക്തത്തിൽ ക്ലോട്ടുകൾ ഉണ്ടാകാനുള്ള ടെൻഡൻസി, ഹൃദയത്തിനെ ബാധിക്കുന്ന ഹൃദ്രോഗം ഉണ്ടാകാം, പക്ഷാഘാതം പോലുള്ള സ്ട്രോക്ക് പോലുള്ള ടെൻഡൻസീസ് ഒരു 0.2% കണ്ടുവരുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ കോവിഡ് വന്നു പോകുന്നവർക്ക് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ട് ലോകത്തെമ്പാടുമുള്ള പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലൈഫ് സ്റ്റൈൽ രോഗങ്ങളിൽ ഇന്ത്യയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിൽ ഒരുപക്ഷെ കോവിഡ് രോഗം നോർത്ത് ഇന്ത്യയിലെ പോലെ പടർന്നു പിടിച്ചാൽ ഇവിടെ ആൾക്കാർക്കുണ്ടാകുന്ന അപകടങ്ങൾ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വിശേഷം നിലവിലുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ സമൂഹത്തിലേക്ക് കഴിയുന്നത്ര ഇനി അടുത്ത ഒരു 1.5 മാസത്തേക്ക് കർശനമായിട്ട് അത്യാവശ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ പോകാതിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്നും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും എടുത്തു മാത്രം പോകാൻ ശ്രമിക്കുക. മാസ്ക്, പ്രത്യേകിച്ച് സമൂഹത്തിൽ തിരക്കുള്ളൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ സർജിക്കൽ മാസ്ക് നിർബന്ധമായും അണിയുക. 60 വയസ്സിന് മുകളിലുള്ളവരെയും 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും സമൂഹത്തിലേക്ക് പോകുന്നതിനെ കർശനമായിട്ട് വിലക്കാൻ ശ്രമിക്കുക. പുറത്തുപോയി തിരിച്ചു വരുന്നവർ നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ട് മുമ്പ് കോവിഡിന് എങ്ങനെയാണോ ശരീരം വൃത്തിയാക്കിയിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ആ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ കർശനമായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അതേപോലെ കോവിഡിനെ പ്രതിരോധിക്കാൻ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 മാർഗങ്ങൾ. ഒന്ന്, വാക്സിൻ കമ്പൽസറി ആയിട്ട് സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാവരും വാക്സിൻ എടുക്കുക. അതേപോലെ തന്നെ എല്ലാ മാസവും ഹോമിയോപ്പതിയുടെ പ്രതിരോധ മരുന്ന്, കോവിഡിന്റെ പ്രതിരോധ മരുന്ന് നിർബന്ധമായിട്ടും നിങ്ങൾ എല്ലാവരും കഴിക്കാൻ ശ്രമിക്കുക. ഈ മാർഗങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇവിടെ കോവിഡ് പടരുന്നതിനെ കർശനമായിട്ട് നമുക്ക് തടയാൻ സാധിക്കും. മനസ്സിലാക്കുക, ഒരിക്കലും പോലീസും ആരോഗ്യ പ്രവർത്തകരും മാത്രം വിചാരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ രോഗം പടരുന്നതിനെ തടയാൻ സാധിക്കില്ല. നിങ്ങൾ ഓരോരുത്തരും സ്വയം വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇതിനെ അകറ്റി നിർത്താൻ സാധിക്കത്തുള്ളൂ. നോർത്ത് ഇന്ത്യയിൽ ശവപ്പറമ്പുകൾ നിറഞ്ഞു കവിഞ്ഞു കാണുന്ന ഞെട്ടുന്നവർ മനസ്സിലാക്കുക, നമ്മുടെ നാടും ഇതുപോലെയാകാൻ അധികം സമയം വേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷനുകൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കോവിഡ് രോഗത്തിന്റെ ഒരു ഭീകരത നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക തന്നെ വേണം. വീണ്ടും മറ്റൊരവസരത്തിൽ കോവിഡിന്റെ പുതിയ അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.